ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമുദായം ഈ ഘട്ടത്തിൽ പോലും ഇസ്രയേലിയുടേതാണ് നാം കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് അമേരിക്കക്കാരൻ്റെതും, നമ്മുടെ മക്കളെ കൊന്നു തീർക്കുന്ന നാം ഉപയോഗിക്കുന്ന ബ്രഷുകളെല്ലാം തന്നെ, നാം ഉപയോഗിക്കുന്ന പേസ്റ്റ്, കോൾഗേറ്റ് അടക്കം, അത് പേസ്റ്റിൻ്റെ പര്യായപദമാണ്, മറന്നു പോകരുത്. നമുക്കുണ്ട് നല്ല ഒന്നാന്തരം പേസ്റ്റ്, പല്ല് നശിച്ചു പോകാത്ത പേസ്റ്റ്. ഞാൻ ഉപയോഗിച്ചവനാ ക്ലോസപ്പ് എന്ന അമേരിക്കൻ പേസ്റ്റ്. എൻ്റെ പല്ലിൻ്റെ ഇനാമലെല്ലാം പോയി പല്ലെടുത്ത് കളയേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇന്ത്യൻ പേസ്റ്റ് ഡാബറിലേക്ക്, അതിൻ്റെ ഗ്രീൻ പേസ്റ്റിലേക്ക് ഞാൻ മാറി. അതിനുശേഷം ഒരു ചികിത്സയും ചെയ്യാതെ എൻ്റെ പല്ലുകളെല്ലാം പൂർവ്വസ്ഥിതി പ്രാപിച്ചു. എൻ്റെ സ്വന്തം അനുഭവമാണ്. ഞാനിപ്പോൾ പേസ്റ്റ് വാങ്ങിക്കുന്ന എൻ്റെ നാട്ടിലെ മുഴുവൻ കടകളിലും പണ്ടതില്ല, ആ പേസ്റ്റ് ഇല്ല. എല്ലാ കടകളിലും ആ പേസ്റ്റ് ഇപ്പോൾ സമൃദ്ധമായിട്ടുണ്ട്, എവിടെ ചോദിച്ചാലും കിട്ടും. സഹോദരങ്ങളെ, പല്ല് തേക്കുന്ന പേസ്റ്റ്, അതിലാണ് ഇവൻ വളരുന്നത്. കുടിക്കുന്ന വെള്ളത്തിലാണ്. കൊക്കക്കോളയും പെപ്സിയും കുടിക്കുന്നതിൽ ഒരു കുറവും നമ്മൾ വരുത്തില്ലെന്ന് തീരുമാനിച്ച് ഇവൻ്റെ സാമ്പത്തിക ശേഷിയെ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കുന്നവരാണ് നാം ഓരോരുത്തരും. അറിയുമോ നിങ്ങൾക്ക്? ഏറ്റവും ചെറുതിലാണ് യഥാർത്ഥത്തിൽ ഇവൻ ഏറ്റവും വലിയ കൊള്ളകൾ. പെപ്സി കുടി നിർത്തിയാൽ ഒരു 10 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ് മലയാളക്കര നിറഞ്ഞു നിന്ന ഒരു പ്രഭാഷകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. 1,00,000 കോടി രൂപയുടെ പെപ്സി അറബി കുടിച്ചു തീർക്കുന്നുണ്ട്. അത് നിർത്തിയാൽ ഇസ്രായേൽ സാമ്പത്തിക പാപ്പരത്വത്തിലാകുമെന്ന്. നിർത്തൂല നമ്മൾ എന്നിട്ടും ഗസയുടെ കൂടെയാണെന്നാണ് പറയണേ. നമ്മളിപ്പോഴും മക്കളുടെ കൂടെയാണ്. അവൻ്റെ പെപ്സി കുടിപ്പിച്ച് അവനെ കൊഴിപ്പിച്ചിട്ട് അവൻ്റെ പേസ്റ്റ് മാത്രം തിരഞ്ഞു പിടിച്ച് ഞാനെല്ലാം മാറ്റി. ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ സോപ്പും എൻ്റെ പേസ്റ്റും എൻ്റെ ബ്രഷും എല്ലാം നല്ല ഒന്നാം തരമുണ്ട് ഇന്ത്യൻ. ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് വായിച്ചു തരാം. നല്ല സാധനമുണ്ട്, ഇല്ലെന്ന് നമ്മൾ വിചാരിച്ചിരുന്നേ. പക്ഷെ അതേ നമ്മൾ ഉപയോഗിക്കൂ. നമ്മളെ കൊലയ്ക്ക് കൊടുത്ത് നമ്മെ ജീവിക്കാൻ അനുവദിക്കില്ല. ശ്വാസം മുട്ടിച്ച് ഗസ സിറ്റിയിൽ ഇരച്ച് കയറുകയാണ്. ദശലക്ഷങ്ങൾ എങ്ങോട്ട് പോകും? പോകുന്നവരുടെ തലയ്ക്ക് മുകളിൽ ബോംബെറിയുന്ന ഈ പിശാചുക്കൾ, അവരെ പരിരക്ഷിക്കുന്നവർ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരാണ്, നാം ഓരോരുത്തരുമാണ്. ഇനിയും ഇസ്രയേലിന് എൻ്റെ വശത്ത് നിന്ന് അമേരിക്കയ്ക്ക്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്, അമേരിക്കയുടെ ഒരു ഉൽപ്പന്നം വാങ്ങിയില്ലെങ്കിൽ അവന് പിടിച്ചു നിൽക്കാതാകും എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇന്ത്യയെ അവൻ ഭീഷണിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് 140 കോടി ജനമുണ്ടല്ലേ, എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ 1 കിലോ ഗോതമ്പ് പോലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ 50% തീരുവ 100% പോവുകയാണെന്ന്. നമ്മൾ ഗോതമ്പ് അവൻ്റെ മേടിച്ചെങ്കിൽ മാത്രമേ അവന് നിലനിൽക്കാൻ പറ്റൂ. നമ്മളവൻ്റെ വെള്ളം കുടിച്ചാലേ അവന് ജീവിക്കാൻ പറ്റൂ. അവൻ്റെ പേസ്റ്റ് വാങ്ങി, അവൻ്റെ ബ്രഷ് വാങ്ങി പല്ല് തേച്ചെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അവൻ്റെ സോപ്പ് കൊണ്ട് നമ്മൾ കുളിച്ചാലേ ജീവിക്കാൻ പറ്റൂ. അവൻ നമ്മളിൽ നിന്ന് പണം പിടുങ്ങുന്നത് നമ്മുടെ ദൈനംദിന കൃത്യങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്നാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം ആരുടേതാണെന്ന് ഇന്ന് പോയി നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ നാമാണ് ഇവരെ, ഈ ദുഷ്ടന്മാരെ വളർത്തുന്നതെന്ന്, ഈ പിശാചുക്കളെ വളർത്തുന്നതെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെമ്പാടും മുസ്ലിം ഉമ്മത്ത് കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന നാളുകളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ലോകം മുഴുവൻ അക്രമവും അനീതിയും നിറയുന്ന ഒരു കാലം ലോകത്ത് വരുമെന്ന് നമ്മുടെ നേതാവായ ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതാണ്. ലോകം മുഴുവനും അക്രമം കൊണ്ടും അനീതി കൊണ്ടും നിറയും എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്ന ആ വാക്കിൻ്റെ ദൂരവ്യാപകമായ പ്രസക്തി നാം അറിയേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ലോകത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മെ എല്ലാവരെയും അങ്ങേയറ്റം നടുക്കുന്ന കാഴ്ചകളാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന മുസ്ലിം ലോകത്തിൻ്റെ ഹൃദയഭൂമി നിന്ന് കത്തുകയാണിന്ന്. ഇതിനകം 65,000 മുതൽ 70,000 പേർ വരെ എന്ന ഔദ്യോഗികമായി കണക്കാക്കപ്പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ കൺമുമ്പിലാണ് ഈ സംഭവം അരങ്ങേറുന്നതെന്ന് നാം അറിയണം. അവസാനം ആ ദുർബലർക്ക് വേണ്ടി അരവാക്ക് പോലും പറയാൻ ആരുമില്ലാത്തൊരു സ്ഥിതി ഇവിടെ സംജാതമായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അനീതിക്കെതിരിൽ ഒരു വാക്ക് പോലും പറയാൻ ആരുമില്ലെന്നായപ്പോൾ 2.5 വർഷമായി ഒരു കൊച്ചു ഭൂഭാഗത്തെ
നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ വലിപ്പം പോയിട്ടൊരു 2-3 ജില്ലകളുടെ മാത്രം വലിപ്പമുള്ള ഒരു ഭൂമിയിലേക്ക് അവിടുത്തെ തദ്ദേശവാസികളായ ജനതയുടെ നേരെ ക്രൂരമായ അധിനിവേശം നടത്തിയ ഒരു സമൂഹം വീണ്ടും വീണ്ടും അവർ കയറിപ്പാർത്ത ഭൂമിയിൽ അവശേഷിച്ച പ്രദേശങ്ങൾ മുഴുവൻ കീഴ്പ്പെടുത്തി പകുത്തെടുത്ത് പങ്കിട്ടെടുത്ത് പുതിയ പുതിയ സെറ്റിൽമെൻറ്റുകൾ തീർത്ത് ആ ജനതയെ അവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള പദ്ധതികളുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ലോകം ഇതിനൊക്കെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയും കണ്ണടയ്ക്കുകയും ചെയ്തപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ആ സമൂഹത്തിലെ പോരാളികൾ നടത്തിയ, നമുക്ക് വേണമെങ്കിൽ ആത്മഹത്യാപരമെന്നൊക്കെ തോന്നുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്ന് ആ സമൂഹത്തെ നിശേഷം തുടച്ചു നീക്കാനും സമ്പൂർണമായ വംശഹത്യയ്ക്ക് വിധേയമാക്കാനും ആ പൈശാചിക രാഷ്ട്രത്തിന് പ്രേരണയായത് എന്ന് മാത്രമല്ല, ആ രാഷ്ട്രത്തെ ഈ കൊള്ളരുതായികകൾ പരിഷ്കൃതമെന്നും ആധുനികമെന്നുമൊക്കെ മേന്നി നടിക്കുന്ന ഒരു ലോകത്തിൻ്റെ മുമ്പിലാണ്. ലോകം ഇതിനെ എതിർക്കുമെന്നും അതിനെ ചെറുക്കുമെന്നും അതിനെ പ്രതിരോധിക്കുമെന്നും അതിനെതിരിൽ ലോകത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളുടെ ശബ്ദമുയരുമെന്നും നാം കരുതിയതാണ്. പക്ഷേ അധികാരസ്ഥാനീയരായ ആളുകൾ അരവാക്ക് പോലും പറയാതെ, നിഷേധിക്കുന്നില്ല, ലോകത്തിൻ്റെ പ്രതിഷേധം ലോകമാകെ ജനമനസ്സുകളിൽ വ്യാപകമാണ് എന്നല്ല, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഐക്യരാഷ്ട്രസഭയിൽ വോട്ടിനിട്ട് പാസാക്കിയ പാസാക്കാൻ കഴിയാതെ പോയ ഫലസ്തീൻ അനുകൂല പ്രമേയത്തെ ഐക്യരാഷ്ട്രസഭയിലെ 165 രാജ്യങ്ങളിൽ 150 രാജ്യങ്ങളും അനുകൂലിച്ചു എന്നോർക്കണം. നിങ്ങളിവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ജനാധിപത്യമാണ് നാം ജീവിക്കുന്ന ലോകക്രമത്തിൻ്റെ ഒരു നയമെന്ന് ലോകം ഉറക്കെ പറയുകയാണ്. ജനാധിപത്യമെന്ന് പറഞ്ഞാൽ എന്താ? ഭൂരിപക്ഷം എന്ത് തീരുമാനിക്കുന്നോ അത് നടപ്പാകണം. അങ്ങനെയാണെങ്കിൽ 165 രാജ്യങ്ങളിൽ 10 അല്ലെങ്കിൽ 15 രാജ്യങ്ങൾ എതിർത്ത് നിൽക്കുകയും 150 രാജ്യങ്ങൾ ഒരു കാര്യത്തിന് അനുകൂലം പറയുകയും ചെയ്താൽ ഏതാണ് നടപ്പാകേണ്ടത്? ജനാധിപത്യ ക്രമമനുസരിച്ച് ഏതാ നടപ്പാകേണ്ടത്? അതിവിടെ നടപ്പാകുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിൻ്റെ മുഴുവൻ അധികാരം കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രപരമാധികാര ശക്തികളുടെ ആസ്ഥാനത്ത് ജനാധിപത്യം നടപ്പാകുന്നില്ല. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ആളുകളാണെന്ന്. അവിടെ നടപ്പാകുന്നത് അധികാരമുള്ളവൻ്റെ ഹുങ്കാണ്, പണമുള്ളവൻ്റെ ഹുങ്കാണ്, സൈനിക ശേഷി ഉള്ളവൻ്റെ ഹുങ്കാണ്. അഥവാ നാം ഇന്നും പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞു പോകാറുണ്ട്, ലോകം അംഗീകരിക്കണ്ടേ എന്ന്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ലോകം ഒരു കാര്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് തെമ്മാടിത്തരമാണെന്നാണ് ഇന്നതിൻ്റെ അർത്ഥം. ഒരു കാര്യം ലോകം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് തെമ്മാടിത്തരമാണ്. സത്യമൊന്നും അംഗീകരിക്കാത്ത ഒരു ലോകത്താണ് നാം ഒക്കെ കാലൂന്നി ജീവിക്കുന്നതെന്ന് നാം അറിയണം. അതാണ് ഇന്നത്തെ ലോകം. ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇത് ഇങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ പേരാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ലോകമാകെ ഒരു കാലം വരുമെന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് തുറന്നു പറയുകയാണ്. ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നു, പലരും ഇന്ന് ഞാൻ വരും വഴിയും എന്നോട് ദൂരെ നിന്നൊരു സഹോദരൻ വിളിച്ച് പറഞ്ഞു, കേരളത്തിലെ പീഡിത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു മുസ്ലിം അല്ലാത്ത ഒരു പ്രബോധകനുണ്ട്, ഒരു പ്രഭാഷകനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കൂടി സുഹൃത്താണ്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഗസ തീരാവേദനയായി മാറുമ്പോൾ ഒരു വാക്ക് പറയാൻ പോലും ആരുമില്ലല്ലോ,
സമുദായം തന്നെ അതിൻ്റെ തുടക്ക കാലങ്ങളിൽ കാണിച്ച ആവേശമൊക്കെ എവിടെയോ കെട്ടടങ്ങിപ്പോയല്ലോ. അവർ അതിൻ്റെ അവസാനത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ജന്മഭൂമി പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട് 3 ഭാഗത്ത് നിന്ന് ടാങ്കുകൾ നഗരകേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു കയറുന്നു. അതുപോലെ തന്നെ ഗസ സിറ്റി ഉൾപ്പെടുന്ന വടക്കൻ മേഖലകളിൽ ഫോൺ, ഇൻ്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും ആ പൈശാചിക രാഷ്ട്രം വിച്ഛേദിക്കുന്നു. അവിടെ എന്ത് നടക്കുന്നതെന്ന് ലോകത്തിന് അറിയാൻ കഴിയാതാകുന്നു. ആശുപത്രികൾ തകർന്നു പോകുന്നു. ലക്ഷങ്ങൾ പലായനം നടത്തുന്നു. പലായനം ചെയ്യുന്നവർക്ക് നേരെ മിസൈൽ മഴ പെയ്യുന്നു. പലായനം ചെയ്ത് രക്ഷപ്പെടാൻ പോകുന്നവരുടെ നേരെ പൂർണ്ണമായ ഉന്മൂലനം. ഇപ്പോൾ പോലും നമ്മൾ പലരും വിചാരിച്ചു, സത്യത്തിൽ ഇതൊക്കെ നമ്മൾ എത്രയോ കാലങ്ങളായി നാം തന്നെ പറഞ്ഞു തുടങ്ങിയതാ, നാം കുറേ തീവ്രവാദികളല്ലേ എല്ലാത്തിനും കാരണമെന്ന്. ഈ കഴിഞ്ഞ ദിവസം നാം കണ്ടുവല്ലോ, ഇസ്രയേലിൻ്റെ പ്രസിഡന്റിനെ പാശ്ചാത്യരായ 2 വനിതാ മാധ്യമങ്ങൾ ഇൻ്റർവ്യൂ നടത്തുന്നു. മുഖത്ത് നോക്കിക്കൊണ്ട് അവരുടെ ന്യായം പറയാൻ ശ്രമിച്ച പ്രസിഡന്റിനോട്, നിങ്ങൾ എന്ത് ന്യായമാണ് പറയുന്നത്? മതപരമായ എൻ്റെ ബാധ്യത ഞാൻ നിർവഹിക്കുകയാണ്, വിശാല ഇസ്രയേൽ എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ കുതിക്കുകയാണെന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ മതപരമായ ഒരു വിശാല ഇസ്രയേൽ മുഴുവൻ ജെറൂസലേമും മാത്രമല്ല, ഇറാഖിലേക്ക് വരെ നീളുന്ന, ഹിജാസിലേക്ക് വരെ നീളുന്ന വിശാല ഗ്രേറ്റർ ഇസ്രയേൽ പദ്ധതിയുടെ ഭാഗമായി ഗസയെ ഞാൻ പരിപൂർണമായും ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയാക്കുകയാണെന്ന് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞില്ലേ? ഇനിയും അവരുടെ ലക്ഷ്യം അക്രമികളെ പ്രതിരോധിക്കുക എന്നുള്ളതല്ലെന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയില്ലേ? നിങ്ങൾക്ക് കഴിയാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതെ മൗനമായിരിക്കുന്ന ഒരു പ്രസിഡന്റിനെ, ഫലസ്തീനികളോട് കാണിക്കുന്ന ക്രൂരതയെ നിരന്തരമായി അപലപിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ലേബർ പാർട്ടിയുടെ ഈ വംശീയവാദികളുടെ ശത്രുവായ ഒരു വ്യക്തി പ്രസിഡൻ്റായി അധികാരത്തിൽ കയറിയപ്പോൾ അയാളുടെ നാക്കിറങ്ങിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അറിയാവുന്നവർ പോലും മൗനത്തിലാണ്. യഹൂദ ഒൽമെർട്ട് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഇത് കൊള്ളരുതായികയാണ്, തീവെട്ടിക്കൊള്ളയാണെന്ന് പറഞ്ഞു. മനുഷ്യരായവർക്കൊക്കെ അറിയാം ഇത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഈ ഉമ്മത്ത് മുഹമ്മദിയ പിടഞ്ഞു വീഴുമ്പോഴും ലോകത്തിൻ്റെ പല കോണുകളിലും പ്രതിഷേധ ജ്വാലകൾ അലയടിക്കുമ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ 150 രാഷ്ട്രങ്ങൾ ഫലസ്തീൻ അനുകൂല പ്രമേയത്തിന് അനുകൂലമായി കൈപൊക്കുമ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിലാണ്. അവർ കൂടിയില്ലേ? കഴിഞ്ഞ ദിവസം അവർ കൂടി. എന്തിനാ കൂടിയേ? കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞതുപോലെ ബിരിയാണി കഴിച്ച് പിരിയാൻ കൂടിയെന്ന്. നമ്മുടെയൊക്കെ കൂടലെങ്ങനെയാണല്ലോ, നല്ല ബിരിയാണി കഴിച്ച് ഒന്നാന്തരമായി കൂടി. ആയുധശേഷി കൊണ്ട് സായുധമായി അവരെ നേരിടാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ അവരുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയാത്തവരാണോ ഇവർ? അല്ല. പക്ഷേ അവർ ഈ രാജ്യങ്ങളെ കൊള്ളയടിച്ച് നേടിയെടുത്ത അവരുടെ ദശലക്ഷം കണക്കിന് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നത് അവരെ കൊന്ന് തിന്നുന്ന അമേരിക്കൻ അതുപോലെ തന്നെ യൂറോപ്യൻ ബാങ്കുകളിലാണ്. നയതന്ത്ര ബന്ധങ്ങൾ അവരവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്തുകൾ മരവിപ്പിക്കപ്പെട്ടേക്കുമോ എന്ന ഭീതി ഒരു സമൂഹത്തെ, രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരെ അടക്കി ഭരിക്കുമ്പോൾ അവർക്ക് അനീതിക്കെതിരിൽ വാതുറക്കാൻ കഴിയാതെ പോവുകയാണ്. ഇവരെല്ലാവരും കൂടിപോൽ ഒരു നയതന്ത്ര ബന്ധത്തെക്കുറിച്ചുള്ള പുനരാലോചനകളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാൻ പോലും കഴിയാതെ, വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും പറയാൻ കഴിയാതെ, സൈനികാക്രമണത്തിന് മുതിർന്നാലല്ലേ സൈനികാക്രമ പ്രതിരോധം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമുദായം ഈ ഘട്ടത്തിൽ പോലും ഇസ്രയേലിയുടേതാണ് നാം കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് അമേരിക്കക്കാരൻ്റെതും, നമ്മുടെ മക്കളെ കൊന്നു തീർക്കുന്ന നാം ഉപയോഗിക്കുന്ന ബ്രഷുകളെല്ലാം തന്നെ, നാം ഉപയോഗിക്കുന്ന പേസ്റ്റ്, കോൾഗേറ്റ് അടക്കം, അത് പേസ്റ്റിൻ്റെ പര്യായപദമാണ്, മറന്നു പോകരുത്. നമുക്കുണ്ട് നല്ല ഒന്നാന്തരം പേസ്റ്റ്, പല്ല് നശിച്ചു പോകാത്ത പേസ്റ്റ്. ഞാൻ ഉപയോഗിച്ചവനാ ക്ലോസപ്പ് എന്ന അമേരിക്കൻ പേസ്റ്റ്.
എൻ്റെ പല്ലിൻ്റെ ഇനാമലെല്ലാം പോയി പല്ലെടുത്ത് കളയേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇന്ത്യൻ പേസ്റ്റ് ഡാബറിലേക്ക്, അതിൻ്റെ ഗ്രീൻ പേസ്റ്റിലേക്ക് ഞാൻ മാറി. അതിനുശേഷം ഒരു ചികിത്സയും ചെയ്യാതെ എൻ്റെ പല്ലുകളെല്ലാം പൂർവ്വസ്ഥിതി പ്രാപിച്ചു. എൻ്റെ സ്വന്തം അനുഭവമാണ്. ഞാനിപ്പോൾ പേസ്റ്റ് വാങ്ങിക്കുന്ന എൻ്റെ നാട്ടിലെ മുഴുവൻ കടകളിലും പണ്ടതില്ല, ആ പേസ്റ്റില്ല. എല്ലാ കടകളിലും ആ പേസ്റ്റ് ഇപ്പോൾ സമൃദ്ധമായിട്ടുണ്ട്, എവിടെ ചോദിച്ചാലും കിട്ടും. സഹോദരങ്ങളെ, പല്ല് തേക്കുന്ന പേസ്റ്റ് അതിലാണ് ഇവൻ വളരുന്നത്. കുടിക്കുന്ന വെള്ളത്തിലാണ്. കൊക്കക്കോളയും പെപ്സിയും കുടിക്കുന്നതിലൊരു കുറവും നമ്മൾ വരുത്തില്ലെന്ന് തീരുമാനിച്ച് ഇവൻ്റെ സാമ്പത്തിക ശേഷിയെ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കുന്നവരാണ് നാം ഓരോരുത്തരും. അറിയുമോ നിങ്ങൾക്ക്? ഏറ്റവും ചെറുതിലാണ് യഥാർത്ഥത്തിൽ ഇവൻ ഏറ്റവും വലിയ കൊള്ളകൾ. പെപ്സി കുടി നിർത്തിയാൽ ഒരു 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് മലയാളക്കര നിറഞ്ഞു നിന്ന ഒരു പ്രഭാഷകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. 1,00,000 കോടി രൂപയുടെ പെപ്സി അറബി കുടിച്ച് തീർക്കുന്നുണ്ട്. അത് നിർത്തിയാൽ ഇസ്രയേൽ സാമ്പത്തിക പാപ്പരത്വത്തിലാകുമെന്ന്. നിർത്തൂല നമ്മൾ എന്നിട്ടും ഗസയുടെ കൂടെയാണെന്നാണ് പറയണേ. നമ്മളിപ്പോഴും മക്കളുടെ കൂടെയാണ്. അവൻ്റെ പെപ്സി കുടിപ്പിച്ച് അവനെ കൊഴിപ്പിച്ചിട്ട് അവൻ്റെ പേസ്റ്റ് മാത്രം തിരഞ്ഞു പിടിച്ച് ഞാനെല്ലാം മാറ്റി. ഞാൻ സെലക്ട് ചെയ്ത് എൻ്റെ സോപ്പും എൻ്റെ പേസ്റ്റും എൻ്റെ ബ്രഷും എല്ലാം നല്ല ഒന്നാം തരമുണ്ട് ഇന്ത്യൻ. ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് വായിച്ചു തരാം. നല്ല സാധനമുണ്ട്, ഇല്ലെന്ന് നമ്മൾ വിചാരിച്ചിരുന്നേ. പക്ഷെ അതേ നമ്മൾ ഉപയോഗിക്കൂ. നമ്മളെ കൊലയ്ക്ക് കൊടുത്ത് നമ്മെ ജീവിക്കാൻ അനുവദിക്കില്ല. ശ്വാസം മുട്ടിച്ച് ഗസ സിറ്റിയിൽ ഇരച്ച് കയറുകയാണ്. ദശലക്ഷങ്ങൾ എങ്ങോട്ട് പോകും? പോകുന്നവരുടെ തലയ്ക്ക് മുകളിൽ ബോംബെറിയുന്ന ഈ പിശാചുക്കൾ, അവരെ പരിരക്ഷിക്കുന്നവർ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരാണ്, നാം ഓരോരുത്തരുമാണ്. ഇനിയും ഇസ്രയേലിന് എൻ്റെ വശത്ത് നിന്ന് അമേരിക്കയ്ക്ക്, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്, അമേരിക്കയുടെ ഒരു ഉൽപ്പന്നം വാങ്ങിയില്ലെങ്കിൽ അവന് പിടിച്ചു നിൽക്കാതാകുമെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇന്ത്യയെ അവൻ ഭീഷണിപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് 140 കോടി ജനമുണ്ടല്ലേ, എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ 1 കിലോ ഗോതമ്പ് പോലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ 50% തീരുവ 100% പോവുകയാണ്. നമ്മൾ ഗോതമ്പ് അവൻ്റെ മേടിച്ചെങ്കിൽ മാത്രമേ അവന് നിലനിൽക്കാൻ പറ്റൂ. നമ്മളവൻ്റെ വെള്ളം കുടിച്ചാലേ അവന് ജീവിക്കാൻ പറ്റൂ. അവൻ്റെ പേസ്റ്റ് വാങ്ങി, അവൻ്റെ ബ്രഷ് വാങ്ങി പല്ല് തേച്ചെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അവൻ്റെ സോപ്പ് കൊണ്ട് നമ്മൾ കുളിച്ചാലേ ജീവിക്കാൻ പറ്റൂ. അവൻ നമ്മളിൽ നിന്ന് പണം പിടുങ്ങുന്നത് നമ്മുടെ ദൈനംദിന കൃത്യങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്നാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം ആരുടേതാണെന്ന് ഇന്ന് പോയി നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ നാമാണ് ഇവരെ, ഈ ദുഷ്ടന്മാരെ വളർത്തുന്നതെന്ന്, ഈ പിശാചുക്കളെ വളർത്തുന്നതെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ അനീതി പെരുകുമ്പോൾ ലോകം മിഴിച്ചു നോക്കി നിൽക്കും. റസൂലുള്ള പറഞ്ഞതാ, അവിടെ ഒരു വിമോചകൻ വരും. പക്ഷേ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടെന്നുള്ളതൊന്നും വിസ്മരിക്കണ്ട. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല. മുറിവിൽ ഉപ്പ് പുരട്ടാൻ പാടില്ലല്ലോ. തെരുവോരങ്ങളിൽ അഭിസാരികകൾ നിറഞ്ഞു നിന്ന് മാനം വിൽക്കാൻ നമ്മുടെ കൺമുമ്പിൽ സാധ്യമാകുന്നെങ്കിൽ ഇത്തരം കൊള്ളരുതായികൾക്ക് നമ്മുടെ അറബി നാടുകൾ, അധികാര കേന്ദ്രങ്ങൾ വാതിൽ തുറന്നു കൊടുത്തിട്ട് കാലം എത്രയായി? അള്ളാഹു വെറുത്തതും അള്ളാഹുവിൻ്റെ ശാപവും കോപവും ചരിത്രത്തിൽ ഏറ്റുവാങ്ങാനിടയായതുമായ എല്ലാ ധാർമ്മിക ച്യുതികളും ഇന്ന് മുസ്ലിം ലോകം കടമെടുത്തിരിക്കുകയാണ്. സ്ത്രീകളുടെ നിയന്ത്രണമില്ലാത്ത തെരുവ് വാഴ്ചകൾ, സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അതിർവരമ്പുകൾ മാഞ്ഞുപോയത്, പരസ്യ വ്യഭിചാരം, സ്വവർഗരതി, മദ്യം, പലിശയാദിയായതെല്ലാം മുസ്ലിം ഉമ്മത്തിൻ്റെ സ്ഥിരശീലമായി ഇന്ന് മാറിയില്ലേ? എന്നാലോചിക്കുക. പൊറുക്കാൻ അള്ളാഹു നമ്മോട് എങ്ങനെ പൊറുക്കും? ഇതൊക്കെ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതുമുതലിൽ അഴിമതി വ്യാപിച്ചാൽ, വല്ലമാനത്തു മഗ്നമാ, വിശ്വസിച്ചൊരാളെ ഏൽപ്പിച്ച വാടക കെട്ടണം സ്വന്തം പോലെ ഉപയോഗിക്കുന്ന കാലം കണ്ടാൽ, വാടകയ്ക്ക് കൊടുത്താൽ പിന്നെ തിരിച്ചുണ്ടോ? ഒരു 10-25 കൊല്ലം പോലെ അങ്ങനെ ഉണ്ടോ? അമാനത്താണല്ലോ. വസക്കാത്തു മഹറമ, സക്കാത്ത് കൊടുക്കാതെ അതിങ്ങനെ കടമായി കെട്ടിക്കിടന്നാൽ സാമ്പത്തിക ക്രമക്കേടാണ് ഈ സമുദായത്തിൻ്റെ ദുരന്തത്തിൻ്റെ 3 ആദ്യ കാരണങ്ങൾ. 15 പറയുന്നതിൽ ആദ്യം പറയുന്ന 3 സാമ്പത്തിക ക്രമക്കേട് കൊണ്ട് ഈ സമുദായം ശിക്ഷിക്കപ്പെടും.
ആരെങ്കിലും തിരുത്താൻ തയ്യാറുണ്ടോ? ഗൾഫ് രാജ്യങ്ങളുണ്ടോ? മുസ്ലിം ലോകമുണ്ടോ? മുസ്ലിം കേരളമുണ്ടോ? സഹോദരങ്ങളെ, വത്തുല്ലിമലി ഗൈരിദ്ദീൻ, വിദ്യാഭ്യാസം ദീനിന് വേണ്ടി അല്ലാതാവുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ മതം പാടില്ല, മതേതരമേ വിദ്യാഭ്യാസം പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തലമറയ്ക്കേണ്ടി വന്നാലും മറയ്ക്കാതിരിക്കേണ്ടി വന്നാലും തുണി ഉടുക്കാതിരിക്കേണ്ടി വന്നാലും നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ, മതമില്ലാത്ത വിദ്യാഭ്യാസം കിട്ടട്ടെ, എൻ്റെ മക്കളെ ക്രിസ്ത്യൻ സ്കൂളുകളിലെ വിടൂ, അല്ലെങ്കിൽ ഹിന്ദു സ്കൂളുകളിലെ വിടൂ, മുസ്ലിം സ്കൂളിൽ വിടില്ലെന്ന് തീരുമാനിക്കപ്പെട്ടാൽ, തുഅല്ലിമലി ഗൈരിദ്ദീൻ, ദീനില്ലാത്ത വിദ്യാഭ്യാസം സാർവത്രികമായാൽ അത് മതി. എൻ്റെ മോൾ പഠിച്ചു കിട്ടിയാൽ മതി, പഠിച്ചു വലുതായാൽ മതി, ഡോക്ടറും എഞ്ചിനീയറുമായി MBA-കാരനായി ശമ്പളം കൊണ്ടുവരട്ടെ. എന്നിട്ട് അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലുമൊക്കെ അവർ പോയി ജീവിച്ചിട്ട് ഇവിടെ താമസിക്കുമ്പോൾ ഇവൻ അവസാനം ഉറുമ്പരിക്കാൻ വിധിക്കപ്പെട്ടവനായി നാളെ മാറും. അതൊന്നും ഇപ്പോൾ ഓർക്കാതെ തുഅല്ലിമലി ഗൈരിദ്ദീൻ, മതമില്ലാത്ത വിദ്യാഭ്യാസം മക്കളെ പഠിപ്പിക്കപ്പെടുന്ന കാലം വന്നാൽ, എത്ര ഭംഗിയായി റസൂലുള്ള പറഞ്ഞു തരികയാണ്. മിഷ്കാത്തിലുണ്ട്. ഞാനിത് 40 കൊല്ലം മുമ്പ് എൻ്റെ മുമ്പിൽ വെച്ച് പഠിച്ച കിതാബിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന 40 കൊല്ലം മുമ്പ് ഇങ്ങനെ ഉണ്ടോ? തുഅല്ലിമലി ഗൈരിദ്ദീൻ വഅതാ അർറജുലു ഇംറഅതഹു വഅഖ ഉമ്മഹു. ഭാര്യ പറയുന്നത് കേട്ടിട്ട് ഉമ്മയെ വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ടായാൽ, ഭാര്യ പറയുന്നതിന് വേണ്ടി ഉമ്മയെ വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാർ, വാഖസ സദീഖഹു വാഖസ അദ്നാ സദീഖഹു വാഖസ അബാഹു, കൂട്ടുകാരനെ വീട്ടിൽ കയറ്റിക്കൊണ്ട് വീടോടടുപ്പിച്ചിട്ട് വീടിൻ്റെ നാഥനായ വാപ്പയെ അകറ്റി നിർത്തുന്ന കാലം വന്നാൽ, അല്ലേ? എല്ലാ വീട്ടിലും ഇല്ലേ ഈ പറഞ്ഞ 2 കാര്യവും? ഇല്ലേ? വാപ്പയ്ക്ക് വല്ല വിലയുണ്ടോ? ഉമ്മറത്തിരിക്കുന്ന വാപ്പയ്ക്ക്. കൂട്ടുകാരൻ വാപ്പ ഉണ്ടാക്കിയിട്ട് കെട്ടിയിട്ട് വീട്ടിൽ മകൻ്റെ കൂട്ടത്തിൽ കയറി വരുന്ന കൂട്ടുകാരൻ വാപ്പയുടെ മേൽ അധികാരം കാണിച്ചുകൊണ്ട് വീട്ടിലേക്ക് മകൻ്റെ കൈപിടിച്ച് കയറിപ്പോകുമ്പോൾ അത് മുഴുവൻ ഉണ്ടാക്കിയിട്ട വാപ്പയ്ക്ക് എന്തെങ്കിലും വിലയുണ്ടോ? റസൂലുള്ള പറയുക, അങ്ങനെ ഒരു കാലം വന്നാൽ ഇതൊന്നും നേരത്തെ ഇല്ല. 50 കൊല്ലം മുമ്പൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇത് 1500 കൊല്ലം മുമ്പ് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലഹറത്തിൽ അസ്വാത്ത് ഫിൽ മസാജിദ്, പള്ളികളിൽ പലതിൻ്റെയും പേരിൽ, തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ പലതിൻ്റെയും പേരിൽ പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ. പള്ളികളിൽ ശബ്ദം ഉണ്ടാക്കാൻ ആർക്കും മടിയില്ല. പള്ളികളിൽ വന്ന ചില ആളുകൾ ജുമയ്ക്ക് നേരത്തെ വരുന്ന ചില ആളുകളുണ്ട്. ജുമ തുടങ്ങിയാലും ഇന്ന് വരെ വെറുതെ വെടിയും പറഞ്ഞുകൊണ്ടിരുന്നോളയും. പള്ളികളിൽ ശബ്ദം ഉണ്ടാക്കാനൊരു മടിയില്ല. പള്ളികളിൽ എന്തിനു വേണ്ടിയും പഞ്ചായത്തിൽ വെച്ചുണ്ടാക്കില്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടാക്കില്ല. പേടിയുണ്ടവന്. ഇവിടെ പേടിക്കേണ്ടവനാരുമില്ല പള്ളിയിൽ എന്നാണ് അവൻ്റെ വിചാരം. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊക്കെ വന്നാൽ വസാദൽ ഖബീലത്ത വലഹറത്തിൽ അസ്വാദ് വസാദൽ ഖബീലത്ത ഫാസിഖുഹും, ഒരു ഗോത്രത്തിൻ്റെ സമുദായ നേതാക്കന്മാർ ആ കൂട്ടത്തിലെ തെമ്മാടിയായാൽ, എന്നറിയാമല്ലോ, NSS, SNDP, ക്രിസ്ത്യൻ സമുദായം എന്നൊക്കെ പറയുന്ന സമുദായങ്ങളുടെ മുഴുവൻ നേതൃസ്ഥാനത്ത് എത്രയോ മഹാരഥന്മാർ, നല്ലവർ വിരാജിച്ച സമുദായത്തിലെ ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ തെമ്മാടി അതിൻ്റെ നേതൃസ്ഥാനത്താണ്. സമുദായ നേതൃസ്ഥാനത്ത് ആ കൂട്ടത്തിലെ തെമ്മാടി കയറി വന്നാൽ തീർത്തുന്നില്ല റസൂലുള്ള, വകാന സഈമൽ ഖൗമി അർദലഹും, സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് അതിലെ ഏറ്റവും നെറികെട്ടവൻ നീചൻ കയറി വന്നാൽ, സമൂഹത്തിൻ്റെ ജനനേതാക്കന്മാരായി നീചൻ വന്നാൽ, വന്നോ? ഉണ്ടോ? ഒരു 25 കൊല്ലം മുമ്പ് അങ്ങനാണോ? ഞാൻ 40 കൊല്ലം മുമ്പ് വായിച്ച ഹദീസാ ഇത്, മുമ്പിൽ വെച്ച് പഠിച്ച ഹദീസാ, പിന്നെ എഴുതിയുണ്ടാക്കിയ ഹദീസല്ല. 25 കൊല്ലം മുമ്പ് ഈ പറഞ്ഞ സംഗതി ഉണ്ടോ? സമുദായ നേതാക്കന്മാർ മറ്റുള്ളവരെ തെറി പറയുന്ന തെമ്മാടിയാകുന്നത്, ജനനേതാക്കന്മാർ ആ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവനാകുന്നത്, വൗക്കരിമ റജുലു മഹാവത്ത് ഷരീഹി, ഉപദ്രവിച്ചേക്കുമെന്ന് ഭയന്നുകൊണ്ട് ഒരുത്തനെ പേടിക്കുന്ന കാലം വന്നാൽ, പ്രധാനമന്ത്രി ജി എന്ന് പറയാൻ മത്സരിക്കുന്നു, അവൻ ശല്യം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട്. സത്യത്തിൽ ഇവൻ്റെ ഉള്ളിലൊരു ജിയും ഇല്ല, പക്ഷേ റെസ്പെക്റ്റോടുകൂടിയേ പറയുള്ളൂ. റെസ്പെക്റ്റ്. വിമർശിക്കുമ്പോൾ പോലും ഉപദ്രവകാരിയായ ഈ ദുഷ്ടനെക്കുറിച്ചുള്ള പേടി കൊണ്ട് ജി എന്ന് പറയുന്ന കാലം വന്നാൽ, വലഹറത്തിൽ ഖൈനാത്ത് വൽ മആസിഫ്, വാദ്യോപകരണങ്ങളും നർത്തകികളും പെരുകിയാൽ, മുസ്ലിം കല്യാണങ്ങളിൽ മുഴുവൻ പെണ്ണുങ്ങളുടെ നൃത്തത്തിൻ്റെ അകമ്പടിയോടുകൂടി കല്യാണം നടക്കുന്ന കാലം വന്നാൽ, മ്യൂസിക് ഇല്ലാതെ മുസ്ലിം കല്യാണങ്ങൾ നടക്കാത്ത കാലം വന്നാൽ, 10 കൊല്ലം മുമ്പുണ്ടോ? 15 കൊല്ലം മുമ്പുണ്ടോ? വന്നോ? ഇതെല്ലാം എണ്ണി. എന്തൊരു ചാർട്ടാണിത്! എന്താണിത്? വശൂരിബത്തുൽ ഖംർ, കള്ളു കുടിക്കാൻ മടിയില്ലാതായാൽ, ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ, ഈ സമുദായത്തിൻ്റെ അവസാനമുള്ളവൻ മുമ്പുള്ളവർക്ക് വിവരമില്ലെന്നും പറഞ്ഞവരെ പഴിക്കാൻ തുടങ്ങിയാൽ, മുമ്പുള്ളവർക്ക് എന്തറിയാമായിരുന്നു, നമുക്കല്ലേ വിവരമെന്ന് പറയാൻ തുടങ്ങുന്ന കാലം വന്നാൽ റസൂലുള്ള പറയുക. അപ്പം അങ്ങനെയല്ലേ പറഞ്ഞേ,
ഓ, അന്നുള്ളവർക്ക് എന്തറിയാം, ഇമാമിങ്ങൾക്ക് എന്തറിയാം, ഇമാമിങ്ങൾക്ക് എന്തറിയാം, ഞങ്ങൾക്കല്ലേ അറിയാവുന്നതെന്ന് ഈ സമുദായം പഴിക്കാൻ തുടങ്ങുന്ന കാലം വന്നാൽ പറഞ്ഞില്ലേ. അതൊക്കെ പണ്ട് കാലത്ത് ആരോ ഇമാം എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇന്ന് ബാധകമാണോ? ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. മദ്ഹബ്, ലോകം മുഴുവൻ സർവ്വസ്വീകാര്യമായി അംഗീകരിച്ച മദ്ഹബ്, അതൊന്നും ഖുർആനും ഹദീസിനും നിരക്കാത്തതാണെന്നൊക്കെ പറഞ്ഞങ്ങ് പഴിക്കുകയല്ലേ ഈ സമുദായം. അതുപോലെ ഫർത്തഖിബു ഇൻദ ദാലിക റിഹൻ ഹംറ, അന്ന് നിങ്ങൾ തീക്കാറ്റ് കാത്തിരുന്നോളൂ. വസൽസല, ഭൂകമ്പങ്ങൾ, ഇടമുറിയാത്ത ഭൂകമ്പങ്ങൾ. വഖസ്ഫൻ, മണ്ണ് ഇടിഞ്ഞ് ഭൂമി വിണ്ടുകീറലുകൾ. ഇതൊക്കെ ഒരു 20 കൊല്ലം മുമ്പൊന്ന് കാണാൻ, അങ്ങനെ സംഭവിക്കുന്ന എവിടെയാണെന്ന് കാണാനും കേൾക്കാനും അല്പം കൊതിച്ചു പോയിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വസൽസലത്തൻ വഖസ്ഫൻ വമസ്ഖ, ആളുകളുടെ രൂപം കോലം മറിഞ്ഞു പോകുന്ന സ്ഥിതിഗതികളും. വഖദ്ഫൻ, വിക്ഷേപങ്ങൾ ആകാശത്ത് നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഖദ്ഫ്, മിസൈൽ വിക്ഷേപങ്ങളും. വആയാത്തിൻ തതാബഉ, വേറെയും തുടരെയുള്ള ദൃഷ്ടാന്തങ്ങൾ. കനിലാമിൻ ഖുത്തിഅ സിൽകുഹു, ഒരു മാലയുടെ ചരട് പൊട്ടിപ്പോയാൽ മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലെ ഒന്നൊന്നായി പ്രവഹിക്കുന്ന സ്ഥിതിവിശേഷം കാത്തിരുന്നോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, വേദനാജനകമായ അനുഭവങ്ങളിലൂടെയാണ് ഈ സമുദായം കടന്നു പോകുന്നതെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇതിൽ നമ്മുടെ പങ്കെന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? കാത്തിരിക്കാൻ പറഞ്ഞത് കാത്തിരിക്കുക തന്നെ വേണ്ടി വരും. ആ കാത്തിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. അതാകാതിരിക്കണമെങ്കിൽ മേൽപ്പറഞ്ഞ 15 കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടേ പറ്റൂ. ഓരോ വ്യക്തികളും അക്കാര്യത്തിൽ തൻ്റേതായ ഉത്തരവാദിത്വം നിർവഹിച്ചേ തീരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഇതിൻ്റെ എല്ലാം നേരെ കണ്ണടയ്ക്കുന്ന ഒരു കാലം വരും. അന്ന് നിങ്ങളുടെ പണ്ഡിതന്മാർ, നിങ്ങളുടെ സ്വാലിഹീങ്ങൾ അല്ലാഹുവേ ഗസ്സ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കൈപൊക്കി കൈ ഉയർത്തി പ്രാർത്ഥിക്കും. ഫലാ യുസ്തജാബു ലഹും, അന്ന് സ്വാലിഹീങ്ങൾക്ക് പോലും ഉത്തരം കൊടുക്കൂല അല്ലാഹ്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് അല്ലാഹ് ഉണ്ടെങ്കിൽ ഗസ്സയ്ക്ക് വേണ്ടി ദ്വാരം എന്നിട്ട് എന്താ നടക്കാത്തതെന്നാ. അന്ന് ഈ തെമ്മാടിത്തരം അരങ്ങേറും കാലം. ലോകത്ത് ഇസ്ലാമിക ഉമ്മത്തിന് അല്ലാഹുവും റസൂലും ആരുമല്ലാതാകുന്ന കാലം. അധികാരത്തിന്, ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, പണത്തിന്, പ്രതാപത്തിന്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരെയും ബഹുമാനിക്കാനും അക്രമിയെ ബഹുമാനിക്കാനും മതേതര വിദ്യാഭ്യാസം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഏത് കൊള്ളരുതായികളും പഠിപ്പിക്കാനും ഒക്കെ, അതുപോലെ തന്നെ സ്കൂൾ കോളേജ് ഫെസ്റ്റുകളുടെ പേരിൽ, കലോത്സവങ്ങളുടെ പേരിൽ ആണും പെണ്ണും വേദികളിൽ, സ്റ്റേജുകളിൽ നിറഞ്ഞാടുന്ന മആസിഫു വൽ ഖൈനാത്ത്, നർത്തകികളും വാദ്യോപകരണങ്ങളും പെരുകുകയും ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ കാത്തിരുന്നോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാ. വരണ്ടേ? വരുത്തിയതല്ലേ നമ്മൾ? നിർത്താൻ നമുക്ക് പ്ലാനുണ്ടോ? ആലോചിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ലോകത്ത് അക്രമം ഉണ്ടാകുന്നു എന്ന് കരുതണ്ട. ബലാഉൻ, റസൂലുള്ളാഹി പറയാണ്, യുസീബു ഹാദിഹിൽ ഉമ്മ, മഹാവിപത്ത് ഈ ഉമ്മത്തിനെ പിടികൂടും. ഹത്താ ലാ യജിദ റജുലു മൽജഅൻ യൽജഉ ഇലൈഹി, ഒരു മനുഷ്യന് മിനദ്ദുൽമി, അക്രമത്തിൽ നിന്ന് അഭയം തേടി ചെല്ലാൻ ആരുമില്ലാത്ത സ്ഥിതി വരും. എന്നെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു ചെല്ലാൻ ആരുമില്ലാതെ വരും. ഫയബ്അസുല്ലാഹു റജുലൻ മിൻ ഇത്രത്തി, അപ്പോഴാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ അള്ളാഹു അയക്കുക. വഹലി ബൈത്തി, എൻ്റെ കുടുംബത്തിൽ, ഫയംലഉ ബിഹിൽ അർളു, അദ്ദേഹം ഫയംലഉ ബിഹിൽ അർളു, അല്ലാഹു തആല ആ മനുഷ്യൻ കാരണമായി അർളിനെ, ഭൂമിയെ, എർത്തിനെ അള്ളാഹു നിറയ്ക്കും. ഖിസ്തൻ വഅദില, നീതിയും ന്യായവും കൊണ്ട് നിറയ്ക്കും. ഭൂമി മുഴുവൻ നീതിയും ന്യായവുമായി മാറും. ഒരാളും സഹായിക്കാൻ, അക്രമത്തിനെതിരിൽ പരാതി പറയാൻ ഭൂമിയിൽ ഒരാളുമില്ലാത്ത, ഐക്യരാഷ്ട്രസഭയില്ല, അതുപോലെ തന്നെ ലോകത്തെവിടെയുമില്ലാത്തൊരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് റസൂല് പറഞ്ഞ വാക്കാ. ഇത് പറഞ്ഞാൽ ഇതിങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഈ റസൂലിൽ നമ്മൾ അവിശ്വസിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് തെറ്റാക്കാൻ വേണ്ടി നമ്മളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നവനല്ല അള്ളാഹു. അതുകൊണ്ട് ഫയബ്അസുല്ലാഹു, എന്നിട്ട് അദ്ദേഹം നീതി കൊണ്ട്, ന്യായം കൊണ്ട് ലോകം നിറയ്ക്കും. അതോടൊപ്പം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. കമാ മുലിഅത്ത് ളുൽമം വജൗറ, അക്രമവും അനീതിയും കൊണ്ട് ആ ലോകം നിറഞ്ഞു പോയതുപോലെ
അക്രമവും അനീതിയും കൊണ്ട് ലോകം നിറഞ്ഞു പോയതുപോലെ നീതിയും ന്യായവും കൊണ്ട് അദ്ദേഹം ലോകം നിറയ്ക്കും. അപ്പം അദ്ദേഹം വരുന്നതിന് തൊട്ട് മുമ്പ് അക്രമവും അനീതിയും കൊണ്ട് ലോകം നിറഞ്ഞു പോയിട്ടുണ്ടാകും. ഐക്യരാഷ്ട്രസഭ അനീതി രാഷ്ട്രസഭയായി മാറുകയാണ്, അല്ലേ? വീറ്റോ അധികാരം ഒരു 4-5 എന്താ കാര്യം? അവൻ അധികാരമുണ്ട്, ഇത്തിരി പണം കൂടുതലുണ്ട്, 150 60 പറഞ്ഞാലും കേൾക്കൂല. ഞാൻ പറയുന്നത് നടപ്പാവുള്ളൂ. ഇതിൻ്റെ പേര് നീതി എന്നാണോ? ഇത് പറയാൻ ഇനി ചോദിക്കാൻ നാക്ക് പൊങ്ങുന്ന ആൺകുട്ടി ഭൂമിയിലുണ്ടോ? ആരോടെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷേ വരിക തന്നെ ചെയ്യും. ഇതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് വഴി. ലതുബ്ലൗന്ന ഫി അംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ധനത്തിലും കടുത്ത പരീക്ഷണങ്ങൾ നേരിടുക തന്നെ ചെയ്യും. വല തസ്മഉന്ന, നിങ്ങൾ കേട്ടോണ്ടിരിക്കേണ്ടി വരും, കണ്ടോണ്ടും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ. വല തസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ്, ജൂത നസ്രാനികളിൽ നിന്ന്, വമിനല്ലദീന അശ്റകൂ, ഹിന്ദുക്കളിൽ നിന്ന്. ജൂത നസാറ ഹിന്ദുത്വ കൂട്ടുകെട്ട് കണ്ടോ? ആ കൂട്ടുകെട്ട് അതൻ കസീറ, അവസാനിക്കാത്ത അടിക്കടിയുള്ള വർദ്ധിച്ച അളവിലുള്ള പീഡനങ്ങളുടെ വാർത്തകൾ നിങ്ങൾ ലതസ്മഉന്ന, കേട്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഞാനിന്ന് എൻ്റെ വീട്ടിൽ 2 പത്രം ഇടുന്നുണ്ട്. സത്യമായും വല്ലാഹി തുറന്നു നോക്കാറില്ല. കാരണം ആദ്യം ഗസയുടെ വാർത്തയായിരിക്കുമെന്ന് എനിക്കറിയാം. തുറന്നു നോക്കാറില്ല. കാരണം ഇത് കേട്ടേണ്ടിരിക്കേണ്ടി വരും, കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്നതുകൊണ്ട്, കാണാനും കേൾക്കാനും കേൾപ്പില്ലാത്തത് കൊണ്ട് ഞാൻ പത്രം തുറന്നു നോക്കാറില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? ലതസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ് വമിനല്ലദീന അശ്റകൂ ആദൻ, കേൾക്കും, നിങ്ങൾ കേൾക്കുന്നല്ലോ എന്ന് നിലവിളിക്കരുത്. അള്ളാഹുടെ ഖുർആനാ കേൾക്കുമെന്ന് പറഞ്ഞത്. കേൾക്കുക തന്നെ ചെയ്യുമെന്നാ, കേൾക്കുമെന്നല്ല. അന്ന് എന്താ വേണ്ടത്? ആയുധം കൊണ്ട് നേരിടാൻ നിങ്ങൾക്കന്ന് ശേഷി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരു പോംവഴി വേറെയുണ്ടോ? ആയുധശേഷി ഉണ്ടാക്കേണ്ട സമയത്ത് ഉണ്ടാക്കിയില്ല. അന്ന് പെട്രോണാസ് ടവറും ബുർജ് ഖലീഫയും ബുർജ് അറേബ്യയും നിർമ്മിക്കാൻ വേണ്ടിയും കടലിലേക്ക് കരയൊഴുക്കാനും കരയിലേക്ക് കടലൊഴുക്കാനും വേണ്ടി, കടലിലേക്ക് കരയുണ്ടാക്കാനും കടലിലേക്ക് കരയുണ്ടാക്കാനും വേണ്ടി പൈസ ചെലവാക്കിയ ഈ സമുദായത്തിന് ആയുധം ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ദുർബലരായി പോകുന്ന ആ സമയത്ത് അവസാനത്തെ അഭയമായി വല ഇൻ തസ്ബിറു വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹയെ പേടിച്ച് തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്താൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ഉപകരണങ്ങളും ഉപായങ്ങളും ഇല്ലാതെ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ ഇടപെടൽ ക്ഷണിച്ചു വരുത്തുന്ന സംഗതിയാണ്. ഉലുൽ അസ്മുകളെ അല്ലാഹ് സഹായിച്ച പോലെ അന്ന് സഹായിക്കും. ഒന്നും വേണ്ട, പക്ഷേ നിങ്ങൾക്ക് ക്ഷമ വേണം. നിങ്ങൾക്ക് അള്ളാഹുവിനെ തഖ്വ വേണം. ജീവിതത്തിൻ്റെ ഏതൊരു വഴികളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും എൻ്റെ അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമാണോ? കല്യാണം നടത്തിയാൽ, കച്ചവടം നടത്തിയാൽ, പള്ളിക്കുടം നടത്തിയാൽ, ഫെസ്റ്റ് നടത്തിയാൽ എൻ്റെ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇത് ഇഷ്ടമാണോ? ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുക്കളായ ജൂത നസാറ മുശ്രിക്കുകൾക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെയാണോ ഞാൻ ഇത് നടത്തുന്നതെന്ന് നീ ചിന്തിക്കണുണ്ടോ? നമുക്കതിനൊന്നും നേരമില്ല. എന്നിട്ട് ഗസയെ കുട്ടി പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തരുമാറാകട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ വരും. വലാ യഖാഫു ഉഖ്ബാഹ ആയുള്ള ഇടപെടൽ. ഹാദിഹി നാഖത്തുല്ലാഹി വസുഖിയാഹ, ഇത് അള്ളാഹുടെ ഒട്ടകമാ, തൊട്ടുപോകരുതെന്ന് സാലിഹ് പറഞ്ഞ കഥ നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹുടെ ഒട്ടകം, ബൈത്തുള്ള അള്ളാഹുടെ വീട്, അതുപോലെ തന്നെ റൂഹുള്ള അള്ളാഹുടെ റൂഹ് എന്നൊക്കെ ഈസ നബിയെ പറഞ്ഞത്, ഒട്ടകത്തെ പറഞ്ഞത്, കഅബയെ പറഞ്ഞത് അള്ളാഹ് പ്രത്യേകമായി ഇടപെട്ട വീടെന്ന. അല്ല അള്ളാഹ്ക്ക് പ്രത്യേകം ഒട്ടകവും അള്ളാഹ്ക്ക് പ്രത്യേകം റൂഹും അള്ളാഹ്ക്ക് പ്രത്യേകം വീടും ഉള്ള പ്രത്യേക ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട്. അത്ഭുതത്തോടുകൂടി പുറത്തു വന്ന ഒട്ടകത്തെ അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ അക്രമി അറുത്ത കഥ. അതിൻ്റെ അവസാനത്ത് അള്ളാഹ് പറഞ്ഞെന്താ? വലാ യഖാഫു ഉഖ്ബാഹ, പ്രത്യാഘാതം ഭയപ്പെടാതെ അള്ളാഹു അവന്മാരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്നാ. ഞാഞ്ഞടിച്ചു ശിക്ഷ കൊണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരി പറഞ്ഞു, ഞങ്ങളുടെ അധികാരം വന്നതിന് ശേഷം ദുരന്തങ്ങൾ ധാരാളമുണ്ട്, രാജ്യത്ത് ദുരന്തങ്ങൾ ധാരാളമുണ്ട്. ആഞ്ഞടിച്ചു. ഫദംദമഅലൈഹിം റബ്ബുഹും ബിദംബിഹിം, അവരുടെ കൊടുംപാതകങ്ങൾ കാരണമായി അവരുടെ മേൽ അല്ലാഹു തആല ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. ഓരോരോ പരീക്ഷണം പഠിക്കില്ല. വലാ യഖാഫു ഉഖ്ബാഹ, അള്ളാഹുവിൻ്റെ നടപടി എടുക്കുമ്പോൾ പ്രത്യാഘാതം പേടിക്കാറില്ല. എന്താണ്? ഗസക്കാർക്ക് വേണ്ടി ഒരു നടപടി എടുക്കാൻ അറബികൾക്ക് കഴിയാതെ അത് പ്രത്യാഘാതം പേടിച്ചിട്ടാ. എടുത്താൽ എന്താകും? പ്രത്യാഘാതം പേടിക്കാത്ത, അതാണ് അവസാന വാക്കായിട്ട് അല്ലാഹു തആല പറയുന്നത്. എല്ലാവരും പ്രത്യാഘാത പേടിയാണ് പലതും ചെയ്യാൻ മാറുന്നതെങ്കിൽ
വലാ യഖാഫു ഉഖ്ബാഹ. ഈ അള്ളാഹു ഒരുത്തൻ്റെയും പ്രത്യാഘാതം പേടിക്കേണ്ടവനല്ല, അവൻ്റെ ഒരിടപെടൽ വരിക തന്നെ ചെയ്യും. ആ മഹദി വരും അക്രമം കൊണ്ട് ലോകം നിറഞ്ഞിട്ട്. പക്ഷെ അക്രമം കൊണ്ട് നിറയാൻ നമ്മൾ നമ്മുടെ പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നാലോചിക്കണം സഹോദരങ്ങളെ, തിരുത്തണം സഹോദരങ്ങളെ. നാം മാറണം. നാം മാറാതെ അള്ളാഹ് മാറ്റൂല. നാം മാറാതെ അള്ളാഹ് മാറ്റൂല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. ഒരു സമൂഹത്തിലുണ്ടായ ഒരു ദുരന്തങ്ങളും അള്ളാഹു മാറ്റൂല ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അവർ സ്വയം മാറാതെ മാറ്റം നമ്മളിൽ തുടങ്ങുക. അള്ളാഹ് പൂർത്തീകരിച്ചു തരുന്നതാണ് മാറ്റം. അള്ളാഹിൽ തുടങ്ങി നമ്മൾ പൂർത്തീകരിക്കേണ്ടതല്ല. നമ്മളിൽ തുടങ്ങി അള്ളാഹു പൂർത്തീകരിച്ചു തരണ മാറ്റം. നമുക്ക് തുടങ്ങാം, മാറ്റത്തിന് തയ്യാറെടുക്കാം. ഇപ്പറയപ്പെട്ട 15 കാര്യങ്ങളിൽ ഞാനില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കേഴുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ഗസ്സൻ സഹോദരങ്ങളെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അവരുടെ അക്രമികളെ അവരെ അള്ളാഹു താല വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്കൊന്ന് മാറാൻ ശ്രമിക്കാം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ.